നമസ്തേ. നമോസ്തു ദേവ്യാസ വിശാലബുദ്ധേ ഫുല്ലാരവിന്ദായതപത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണ പ്രജ്വാലിതോ ജ്ഞാനമയപ്രദീപ. എല്ലാ സജ്ജനങ്ങൾക്കും ഭഗവത്ഗീതയിലേക്ക് സ്വാഗതം. ഒന്നാം അധ്യായമായ അർജുന വിഷാദയോഗത്തിലെ രണ്ടാം ഭാഗമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. മഹത്തായ ഒരു എൻട്രി ഇവിടെ സംഭവിക്കുകയാണ്. എന്താണ്? യുദ്ധത്തിൽ ഭീഷ്മ പിതാമഹൻ തൻ്റെ ശംഖ് മുഴക്കിയതിന് ശേഷം അവിടെ വലിയൊരു രണഭേരി സംഭവിക്കുന്ന സമയത്ത് അവിടെ വ്യാസഭഗവാൻ ഒരു വലിയൊരു എൻട്രി അവിടെ വരച്ചു കാട്ടുകയാണ്. ആ ശംഖനാദത്തിനൊടുവിൽ അതാ ശ്രീകൃഷ്ണ ഭഗവാൻ 5 കുതിരകളെ, വെളുത്ത കുതിരകളെ പൂട്ടിയ ഒരു തേരിൽ അർജുനനെ നയിച്ചുകൊണ്ട് അങ്ങനെ കടന്നു വരുന്നു. ആകാശത്തെയും ഭൂമിയെയും സ്വർഗത്തെയൊക്കെ പിളർത്തുന്ന ആ യുദ്ധഭേരി കാഹളത്തിൻ്റെ ഇടയിലൂടെ ആ ഒരു അരയന്നം വരുന്നത് പോലെ, ആ ഒരു മേഘക്കീറിൽ പൂർണ്ണചന്ദ്രൻ ഉദിച്ചു വരുന്നത് പോലെ ഭഗവാനത അങ്ങനെ പ്രവേശിക്കുന്നു. എന്താണ് അവിടെ ഭഗവാനോട് അർജുനൻ പറയുന്നത്? ശ്രദ്ധിക്കൂ. ഇവിടെ അർജുനനെ നാം മനസ്സിലാക്കേണ്ടത്, അർജുനൻ യുദ്ധത്തിന് തയ്യാറായി വന്നതാണെങ്കിലും തൻ്റെ പിതാമഹന്മാരെക്കുറിച്ച് സഞ്ജയൻ തൊട്ടടുത്ത ദിവസങ്ങളിൽ പറഞ്ഞിട്ടുള്ള കഥകൾ അർജുനൻ്റെ മനസ്സിലങ്ങനെ തളം കെട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആരൊക്കെയാണ് യുദ്ധത്തിന് വന്നത് എന്നൊന്ന് കാണണമല്ലോ. ഇവിടെ അർജുനൻ പറയുകയാണ്, സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയ മേ അച്യുത യാവദേൻ താൻ നിരീക്ഷേഹം യോധുകാമാനവസ്ഥിതാൻ കർമ്മയോ സഹയോദ്ധവ്യ അസ്മിൻ രണസമുദ്യമേ യോസുമാനവേക്ഷോഹം യേതോത്ര സമാഗത ധാർത്തരാഷ്ട്രസ്യ ദുർബോധേ യുദ്ധേ പ്രിയചികീർഷവ. അതായത് ദുർബുദ്ധന്മാരായ ധാർത്തരാഷ്ട്രന്മാരെ എനിക്കെതിരെ പട നയിക്കാൻ വന്നിട്ടുള്ള അവരുടെ കൂടെയുള്ള ആളുകളെയൊക്കെ ഞാൻ കാണട്ടെ. ആരൊക്കെ ഉണ്ടാകുമെന്ന് അർജുനന് അറിയാം. പിന്നെ എന്തിനാണൊരു പാഴ്വാക്ക്? അപ്പോൾ അർജുനൊരു വിചാരമുണ്ടായിരുന്നു, എൻ്റെ പ്രിയ ഗുരുനാഥന്മാരായ പിതാമഹന്മാരായ അവരൊക്കെ ഈ യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കും, അവരൊന്നും യുദ്ധത്തിൽ വരില്ല എന്ന് ഒരുപക്ഷെ അർജുനൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ അവരുണ്ടോയെന്ന് കാണാനല്ലോ. ഇവിടെ തേരാളിയാണ് രഥം എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കേണ്ടത്. ആ തേരാളിക്കറിയാം എവിടെ നിർത്തണമെന്ന്. ഒരു മേസ്തരിക്ക് അറിയാം എവിടെയാണ് മുട്ടുകൊടുക്കേണ്ടത്, തട്ടുകൊടുക്കേണ്ടതൊക്കെ. അത് കൃത്യമായി അറിയുന്ന ആളാണ് മേസ്തരി. അപ്പം അങ്ങനെ അറിയുന്ന ഒരാളായത് കൊണ്ടാണ് അർജുനൻ തൻ്റെ തേര് തെളിക്കാൻ കൃഷ്ണനെ അനുവദിച്ചത്. അങ്ങനെയുള്ള ഒരാളോട് പറയാണ്, കൃഷ്ണ നീ ഈ തേരൊന്ന് ഇതിൻ്റെ യുദ്ധത്തിന് നടുക്കൊന്ന് കൊണ്ടുപോയി നിർത്തൂ, ഞാനൊന്ന് കാണട്ടെ, ഞാൻ നിരീക്ഷിക്കട്ടെ ആരൊക്കെയാണ് വന്നിട്ടുള്ളത് എന്ന്. അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. കാരണം എല്ലാം ഭഗവാനിൽ അർപ്പിച്ചിട്ടുള്ള അർജുനന് തനിക്കിഷ്ടമുള്ള നല്ലൊരു യോജ്യമായ സ്ഥലത്ത് ഈ തേരാളിയായ ഭഗവാൻ തൻ്റെ തേര് നിർത്തുമെന്ന് അർജുനന് ഉറപ്പുണ്ടായിരുന്നു. എന്നിട്ടും ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അർജുനൻ്റെ ഉള്ളിൽ
എന്തോന്ന് കിടന്ന് തിളച്ച് മറിയുന്നുണ്ട്. എന്താണ്? തൻ്റെ ഗുരുക്കന്മാരോട് യുദ്ധം ചെയ്യുന്നതിൽ അർജുനന് വളരെ വിഷമമുണ്ട്. ആ വിഷമം അവർ ഇല്ല എങ്കിൽ തനിക്ക് നിർഭയം യുദ്ധം ചെയ്യാം. യുദ്ധത്തിൽ ഭീഷ്മരും ദ്രോണരും മറ്റു ഗുരുക്കന്മാരും ഒന്നും ഇല്ല എങ്കിൽ നിർഭയമായി തനിക്ക് യുദ്ധം ചെയ്യാം. അവരുണ്ടോ എന്ന് നോക്കട്ടെ എന്നുള്ള അർത്ഥത്തിലാണ് തൻ്റെ തേര് ഈ രണ്ട് സൈന്യത്തിൻ്റെയും നടുക്ക് കൊണ്ടുപോയി നിർത്തുവാൻ അർജുനൻ ആവശ്യപ്പെടുന്നത്. ഏവം മുക്തോ ഋഷികേശോ ഗൂഢകേശേന ഭാരത സേനയോരുഭയോർമധ്യേ താപയിത്വരഥോത്തമം ഭീഷ്മദ്രോണപ്രമുഖത സർവേഷാം ച മഹീഷിതാം ഉവാച പാർത്ഥ പശ്യത്താൻ സമവേതാൻ കുരുനീതി. അങ്ങനെ അർജുനൻ്റെ നിർദ്ദേശപ്രകാരം ഇരു സൈന്യത്തിൻ്റെയും നടുവിൽ തൻ്റെ തേര് നിർത്തിയിട്ട് അർജുനനോട് പറയാണ്, ഇതാ കണ്ടോളൂ, നീ കാണാൻ ആഗ്രഹിക്കുന്ന നിൻ്റെ ശത്രുക്കളെ കൗരവന്മാരെ കാണുക. തത്ര പശ്യതാൻ പാർത്ഥ പിതൂന്നത പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ബാധൃൻ പുത്രാൻ പൗത്രാൻ സഖീസ്ഥത ശ്വശുരാൻ സുഹൃദശ്ചൈവ സേനയോരുഭയോരപി. ആരൊക്കെയാണ് കാണുന്നത്? താൻ ആരെയാണോ കാണരുത് എന്ന് വിചാരിച്ചിരിക്കുന്നത്, ആര് യുദ്ധത്തിന് വരരുതെന്ന് വിചാരിച്ചിരിക്കുന്നത്, അവരൊക്കെ യുദ്ധസന്നദ്ധരായി തൻ്റെ മുമ്പിലിങ്ങനെ നിരന്നു നിൽക്കുന്നത് കണ്ടപ്പോൾ അർജുനൻ്റെ സകല വീര്യവും ചോർന്നു പോയി. ഉത്സന്നകുലധർമാണാം മനുഷാണാം ജനാർദ്ദന നരകേ നിയതം വാസോ ഭവതീത്യനുശ്രമേ. ജനാർദ്ദന, കുലധർമ്മങ്ങൾ നശിച്ച മനുഷ്യർക്ക് അവധിയില്ലാത്ത നരകവാസം അനുഭവിക്കേണ്ടി വരും എന്നാണല്ലോ ഞങ്ങൾ കേട്ടിട്ടുള്ളത്. അഹോ ബദ മഹത്പാപം കർത്തും വ്യവസ്ഥിത വയം യന്ത്രേജ്യസുഖം ലോഭേന ഹന്തും സ്വജനമുദ്ധ്യത. അങ്ങനെയുള്ള ഞങ്ങൾ തന്നെ കഷ്ടപ്പെട്ട് ഈ മഹാപാപം ചെയ്യാൻ ഒരുമ്പിട്ട് നിൽക്കുന്നത് സിംഹാസനത്തിലും സുഖഭോഗത്തിലുമുള്ള അത്യാഗ്രഹം മൂലമാണെന്ന് സജ്ജനങ്ങൾ പറയില്ലേ? യതി മാമപ്രതീകാരാമശസ്ത്രം ശസ്ത്രപ്രാണയ ധാർത്തരാഷ്ട്രോരണഹനോ തന്മേ ക്ഷേമതരം ഭവേ. ആയുധധാരികളായ ധാർത്തരാഷ്ട്രന്മാർ നിരായുധനും എതിർത്ത് പോരാടാത്തവരുമായ എന്നെ യുദ്ധത്തിൽ കൊല്ലുന്നുവെങ്കിൽ അതെനിക്കേറെ നന്മയുണ്ടായിത്തീരുകയുള്ളൂ. അതായത് ഞാൻ അവരോട് യുദ്ധം ചെയ്യുന്നില്ല, എനിക്ക് അവർ താല്പര്യമില്ല യുദ്ധത്തിന് എന്ന് അർജുനൻ പറയാതെ പറയുകയാണ്. എന്താണ് അതിനൊക്കെ ഒരു ന്യായം പറയുന്നത്? കുലധർമ്മങ്ങൾ നശിപ്പിച്ചാൽ അവന് പിന്നെ ഒരിക്കലും ഈ നരകവാസത്തിന് മോചനമില്ല. അതുകൊണ്ട് കുലധർമ്മത്തെ നശിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്ന എനിക്ക് പിന്നെ ഈ ജന്മത്തിൽ നരകത്തുനിന്ന് മോചനമില്ല. അതുകൊണ്ട് ഞാൻ യുദ്ധം ചെയ്യുന്നില്ല. ഇതാണ് അർജുനൻ ന്യായമായി പറയുന്നത്. അതുകൊണ്ട് ഈ ധാർത്തരാഷ്ട്രന്മാരെ വധിക്കുക എന്ന് പറഞ്ഞാൽ തൻ്റെ കുലത്തെ നശിപ്പിക്കുന്നതിന് തുല്യമാണ്. ഒരു കുലദ്രോഹിയായി ഇരിക്കാൻ അറിയപ്പെടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല കൃഷ്ണ എന്ന് പറയുകയാണ്. എവിടെയാ പറയുന്നത്? യുദ്ധമൊക്കെ നിശ്ചയിച്ചു, യുദ്ധം തുടങ്ങാനായി യുദ്ധവേരികളൊക്കെ മുഴക്കി നിൽക്കുമ്പോഴാണ് അർജുനൻ ഈ ഒരു പാഴ്വാക്ക് പറയുന്നത്. ഇങ്ങനെ ഉണ്ടാകും ഒരു മഹായുദ്ധം ജയിക്കേണ്ടവനായ അർജുനൻ വന്നിട്ട്
തൻ്റെ ഗുരുക്കന്മാരെയും പിതാമഹന്മാരെയും ഒക്കെ മാതുലന്മാരെയും ഒക്കെ കണ്ടപ്പോൾ വാവിട്ട് കരയുന്ന ഒരു ദൗർബല്യവാനായ ഒരു സാധാരണ മനുഷ്യനായി ഇവിടെ സവ്യസാചി അതപ്പതിക്കുന്ന കാഴ്ച സഞ്ജയൻ പറയുകയാണെന്നിട്ട് ഏവം മുക്ത്വാ അർജുന സംഖ്യോ രഥോപസ്ഥ ഉപാവിശത് വിസൃജ്യ ശശരം ചാപം ശോകസംവിഘ്നമാനസ. ഇതൊക്കെ പറഞ്ഞിട്ട് ശോകഗ്രസ്തനായ അർജുനൻ തൻ്റെ അമ്പൊടുങ്ങാത്ത ആവനാഴി ഗാണ്ഡീവം ഒക്കെ തേരിൽ വെച്ച് അങ്ങനെ താടിക്കും കൈയും കൊടുത്ത് ദുഃഖിതനായിരുന്നു എന്നാണ് സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറയുന്നത്. അപ്പോൾ അർജുനൻ ധൃതരാഷ്ട്രം ഉദ്ദേശിച്ച രീതിയിൽ തന്നെ മാനസികമായി തളർന്നിട്ടാണ് യുദ്ധഭൂമിയിലേക്ക് വരുന്നത്. കാരണം സഞ്ജയൻ അർജുനനോട് പോയി പറഞ്ഞിട്ടുള്ള ഭീഷ്മപിതാമഹന്മാരുടെ മഹത്വമൊക്കെ അർജുനൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചിരിക്കുന്നു. പക്ഷേ യുദ്ധത്തിന് വരുമ്പോഴും അർജുനൻ വിചാരിച്ചിരുന്നു തൻ്റെ പ്രിയപ്പെട്ട പാണ്ഡവരുടെ മുമ്പിൽ അല്ലെ അർജുനൻ്റെ മുമ്പിൽ ഈ ഗുരുക്കന്മാരെന്ന് യുദ്ധസന്നദ്ധരായി വരുമെന്ന് അർജുനനും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇവിടെ അർജുനന് തെറ്റി. തൻ്റെ എല്ലാ പ്രതീക്ഷകളും തെറ്റിയപ്പോൾ ഒരു തരത്തിൽ ആരോപണം ഉന്നയിച്ച് കുലത്തിൻ്റെ ഈ മഹിമ നഷ്ടപ്പെടുത്താൻ ഞാൻ കാരണമാകുന്നതിൽ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ യുദ്ധത്തിൽ നിന്ന് ഓടി ഒളിക്കുന്ന അർജുനനെ നോക്കി ഭഗവാൻ ചിരിക്കുന്നതോടുകൂടി ഈ ഒന്നാധ്യായം ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതുവരെ നമസ്തേ.